പറഞ്ഞ പോലെ ഇന്ന് അത്തമാണ്. അപ്പം ഓണാഘോഷത്തിന് ഔദ്യോഗിക തുടക്കം കുറിച്ചുകൊണ്ട് ഇന്ന് തൃപ്പൂണിത്തുറയിൽ അത്തച്ചമയ ഘോഷയാത്ര നടക്കും. തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ രാവിലെ 9 മണിക്ക് അത്താഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിർവഹിക്കും. മന്ത്രി അനൂപ് ജേക്കബ് ആകും അത്ത പതാക ഉയർത്തുക. തുടർന്ന് നടക്കുന്ന അത്തം ഘോഷയാത്ര സിനിമാ താരം മനോജ് കെ ജയൻ ഫ്ലാഗ് ഓഫ് ചെയ്യും. അപ്പം അവിടെ നമ്മുടെ സൈഫുനിസ അലിയാറുണ്ട്, സഹിന ആന്റണി ഉണ്ട്, അബ്ദുൾ റഹീം ഉണ്ട്. ഇവരെല്ലാം വിവരങ്ങളുമായിട്ട് അവിടെ സജ്ജരാണ്. ആദ്യം നമുക്ക് റഹീമിലേക്ക് പോകാം. റഹീമേ, ഗുഡ് മോർണിംഗ്. അപ്പോൾ മലയാളികളുടെ ഓണാഘോഷത്തിന് ഇന്ന് ഔദ്യോഗികമായി തുടക്കമാകാൻ പോവുകയാണ്. അത്തച്ചമയ ഘോഷയാത്ര ഇന്ന് നടക്കുന്നുണ്ട്. റഹീമിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിറയെ കുറേ ഐറ്റംസ് കാണാൻ വരുന്നുണ്ട്. അപ്പോൾ ഒരുക്കങ്ങളൊക്കെ അവസാന ഘട്ടത്തിലാണെന്ന് മനസ്സിലാക്കുന്നു. സേതു, ഗുഡ് മോർണിംഗ്. സേതു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് എനിക്ക് മുന്നിൽ ഇപ്പോൾ ഒരു കലാരൂപമുണ്ട്. ഇതൊക്കെ അല്പസമയത്തിനകം പുറത്തേക്ക് ഇറങ്ങും. നമുക്കറിയാം, മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഓണത്തിൻ്റെ ഔദ്യോഗികമായി ഉദ്ഘാടനം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ പറയാൻ കഴിയും. അത്തരത്തിലാണ് തൃപ്പൂണിത്തുറയിൽ നിന്ന് ആരംഭിക്കുന്ന ഈ ഒരു അത്തച്ചമയ ഘോഷയാത്രയൊക്കെ ആരംഭിക്കുന്നത്. ഇന്നലെ മുതൽ തന്നെ നിരവധി കലാകാരന്മാർ, എനിക്ക് തോന്നുന്നുണ്ട് ഒരു 60-ലധികം കലാരൂപങ്ങളുണ്ട് ഇത്തവണ എന്നുള്ളതാണ്. ഓരോ വർഷവും എങ്ങനെ വ്യത്യസ്തമാക്കാം, അല്ലെങ്കിൽ ഏത് തരത്തിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ മികച്ചതാക്കാം ഈ ഒരു അത്തഘോഷയാത്ര എന്നുള്ളതാണ് ഓരോ കലാകാരന്മാരും ചിന്തിക്കുന്നത്. അങ്ങനെയാണ് ഇവരൊക്കെ ഇങ്ങോട്ടേക്ക് എത്തുന്നത്. ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെ ഇവിടെ എത്തി മേക്കപ്പും കാര്യങ്ങളും ഒക്കെ ഇട്ട് ഇവിടെ സജ്ജമായിരിക്കുകയാണ്. നിരവധി കലാരൂപങ്ങൾ നമുക്ക് ഈ ഘട്ടത്തിൽ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ ചില ആളുകളൊക്കെ ഒരുങ്ങുന്നുണ്ട്. ചേട്ടാ എവിടുന്നാ? വൈക്കം. എല്ലാ വർഷവും വരാറുള്ളതാണോ? കഴിഞ്ഞ വർഷമില്ല. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു? ഇല്ല, കഴിഞ്ഞ വർഷം ഉണ്ടായില്ല. എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഒരു അത്തം ഘോഷയാത്രയൊക്കെ എങ്ങനെ ഉണ്ടാവും എന്നാണ്? അടിപൊളിയാവും. എത്ര കലാകാരന്മാരുണ്ട് മൊത്തം? അതറിയാൻ പറ്റില്ല. എന്നിട്ട് എല്ലാ വർഷവും തന്നെ നിരവധി ആളുകൾ എത്തുന്നുണ്ടല്ലേ? നിരവധി ആളുകൾ. എങ്ങനെയുണ്ട് ചേട്ടൻ്റെ എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. അതിനാ ചേട്ടൻ അവിടെ മേക്കപ്പ് ഇടുന്നതിൻ്റെ തിരക്കിലാണ്. ഇവിടെ ഇപ്പോൾ ഒരു ചേട്ടൻ കലാരൂപമൊക്കെ ഏതാണ്ട് സെറ്റായി നിൽക്കുന്നൊരു സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ളതാണ്. ചേട്ടാ, എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഒരു അത്തം? എവിടുന്നാ വരുന്നത്? ഗുരുവായൂർ. എല്ലാ വർഷം വരാറുള്ളതാണോ? ഇല്ല, ഇപ്രാവശ്യം ആദ്യമായിട്ട്. ഇത്തവണ ആദ്യമായിട്ടാണ്. ഇപ്പോൾ എങ്ങനെയുണ്ട്? വന്നിട്ട് എന്ത് തോന്നുന്നു? നല്ലൊരു ഫീലുണ്ട്, കുഴപ്പമില്ല, അടിപൊളിയാണ്. അതെ അല്ലേ? അതാണ് ഇതിൽ പങ്കെടുക്കാൻ പറ്റും. ഈ ആദ്യമായിട്ട് വരുന്നതിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? എല്ലാവരും കണ്ടപ്പോൾ മനസ്സിന് സന്തോഷമുണ്ട്. ആണല്ലേ? ഈ മലയാളികളുടെ ഓണത്തിന്റെ ഔദ്യോഗികമായൊരു തുടക്കം കുറിക്കലാണ് ഇവിടുന്ന് അല്ലേ? അതിൻ്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ട്. അത് തന്നെയാണ്. നിരവധി കലാകാരന്മാർ ഇവിടെ വേറെയുമുണ്ട്. നിരവധി ആളുകൾ ഇവിടെ ഒരുങ്ങുകയാണ്. ഇവിടെ ഒക്കെ നിരവധി ആളുകളുണ്ട്. ചേട്ടാ, എങ്ങനെ പോകുന്നു? പരിപാടിയൊക്കെ എങ്ങനെ പോകുന്നു? അടിപൊളിയായിട്ട് പോകുന്നു. എപ്പോ ഇന്നലെ എത്തിയതാണോ? എവിടുന്നാ വരുന്നത്? തിരുവനന്തപുരത്ത് നിന്നാണ്. ഈ ആദ്യമായിട്ടാണോ അതിനു മുമ്പ് വന്നിട്ടുള്ളതാണോ? നമ്മളിവിടെ ഈ വർഷം ആദ്യമായിട്ടാണ്. എങ്ങനെയുണ്ട് തൃപ്പൂണിത്തുറയിൽ ഈ ഒരു അത്തം ഘോഷയാത്രയുടെ ഒക്കെ സെറ്റപ്പ് എങ്ങനെയുണ്ട്? അടിപൊളിയാണ്, അടിപൊളി പരിപാടിയാണ്. ചേട്ടാ പേരെന്താ? എൻ്റെ പേര് മണി. മണി. ഓക്കെ. ചേട്ടാ, എങ്ങനെയാണ് ഇത്തവണ എന്താണ് ഈ ഒരു കലാരൂപം? ഞങ്ങൾ താമര. എത്ര പേരുണ്ട്? 5 പേര്. 5 പേര് താമര, 5 പേര് മിററിന്, 5 പേര് പിന്നെ ഈ ഒരുക്കമൊക്കെ എപ്പോൾ തുടങ്ങിയത്? ഇന്നലെ തുടങ്ങിയതാണോ അതോ? വെളുപ്പിനെ തുടങ്ങിയതാ. 4 മണിയപ്പോൾ തുടങ്ങി. എങ്ങനെയുണ്ട്? സുഖം, അടിപൊളിയായിട്ട് പോകുന്നു. അതുതന്നെയാണ്. ഇപ്പോൾ ഇവർ തിരുവനന്തപുരത്ത് നിന്നുള്ള ആളുകളാണ്, കോട്ടയത്തു നിന്നുള്ള ആളുകളുണ്ട്, കൊല്ലത്ത് നിന്നുള്ള ആളുകളുണ്ട്. അങ്ങനെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെയും ഈ ഒരു അത്തം ഘോഷയാത്രയിൽ അവരുടെ കലാരൂപങ്ങളൊക്കെ അണിനിരത്തിക്കൊണ്ടുള്ള അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളിലൊക്കെയാണ് നിരവധി ആളുകൾ ഇവിടെ ഇപ്പോഴും എത്തുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഈ സ്ഥലങ്ങളിലൊക്കെയും വളരെ വലിയ രീതിയിൽ തന്നെയുള്ള തിരക്കുകളാകും. കാരണം അത്രമാത്രം ആളുകൾ ഈ ഒരു അത്തം ഘോഷയാത്ര കാണാനായി എത്തിച്ചേരും. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ തൃപ്പൂണിത്തുറ ഹൈസ്കൂൾ ഇതിൻ്റെ ഗ്രൗണ്ടിലാണ്. ഇവിടെയൊക്കെ വളരെ വലിയ രീതിയിൽ തന്നെ ആളുകൾ വന്ന് നിറയുന്നൊരു കാഴ്ച നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയും. ഏതായാലും വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ അവരുടെ കലാരൂപങ്ങളൊക്കെ ആയിട്ട് അത്തം ചമയ ഘോഷയാത്രയിൽ പങ്കെടുക്കാൻ ഇങ്ങനെ സജീവമായി നിൽക്കുകയാണ്. പുലികളുണ്ട്. പുലികളൊക്കെ അവരുടെയൊക്കെ ഒരുക്കങ്ങൾ ഇങ്ങനെ പുരോഗമിക്കുകയാണ്. ചേട്ടാ, എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഘോഷയാത്രയുടെ ഒരുക്കങ്ങളൊക്കെ എങ്ങനെയുണ്ട്?
അടിപൊളിയാണ്. ആദ്യമായിട്ടാണോ വരുന്നത് അതോ? ഇല്ല, ഞങ്ങൾ 3 കൊല്ലമായിട്ട് 2 കൊല്ലം ഞങ്ങൾ ഫസ്റ്റ് പ്രൈസ് അടിച്ച യുവജന സംഘം ഈ മേക്കപ്പ് ഒക്കെ ഇട്ട് തുടങ്ങാൻ ഒത്തിരി സമയം എടുക്കുമോ? 4 മണിക്ക് തുടങ്ങിയതാ. പുലർച്ചെ 4 മണിക്ക് തുടങ്ങിയതാണ്. അത് ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ടില്ല. സമയം എടുക്കുമെന്ന് ഇനി സമയം എടുക്കും. 9 മണി കഴിയുന്നത്. എത്ര പേരുണ്ട് നിങ്ങൾ? ഞങ്ങൾ 21 മൊത്തം 60 ആളുണ്ട്. മേളക്കാരൊക്കെ അടക്കം. നിങ്ങളുടെ മേളക്കാരടക്കം എല്ലാവരും കൂടി 60 പേരുണ്ട്. തവണ കലക്കും. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നോ? കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. ഏതാണ്? കഴിഞ്ഞ മുന്നത്തോളം ഉണ്ടായിരുന്നു ഞങ്ങൾ. അതായത് കഴിഞ്ഞ കുറെ നാളായിട്ട് വരുന്നതാണ്. ഒരു ചേട്ടനും കൂടെ ഉണ്ട്. പുള്ളിയൊക്കെ ഏതാണ്ട് ഈ ഇതൊക്കെ കളറൊക്കെ ഏതാണ്ട് സെറ്റ് ആയിട്ട്. ചേട്ടാ എങ്ങനെയുണ്ട് മൊത്തത്തിലുള്ള ഒരു ആഘോഷ പരിപാടികളൊക്കെ എങ്ങനെയാണ്? ആഘോഷം ഞങ്ങൾ അത്തന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇനി 15 ദിവസം, അതായത് 4 ഓണം കഴിയുന്നവരെ ഞങ്ങൾക്ക് പുലിക്കളി തിരക്കാണ്. അത്തനാളാണ് ഞങ്ങളുടെ തുടക്കം. അത്തം തുടങ്ങിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ 4 ഓണത്തെ ഞങ്ങളുടെ അവസാന കളി ഞങ്ങൾ 4 ഓണത്തെ തൃശ്ശൂർ കളിക്കും. 2 വർഷമായിട്ട് ഞങ്ങൾ ഈ ഒരു യുവജന സംഘം ടീമാണ് തൃശ്ശൂർ പുലിക്കളിക്ക് ഫസ്റ്റ് അടിക്കുന്നത്. ആ ടീം തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. 4 വർഷമായിട്ട് ഈ ടീം തന്നെയാണ് ഇവിടെ അത്തച്ചമയ ഘോഷയാത്രയ്ക്ക്. ഈ മലയാളികളുടെ ഓണാഘോഷ ചടങ്ങുകൾക്ക് അല്ലെങ്കിൽ ഓണാഘോഷത്തിനൊരു തുടക്കമാകുന്നത് ഇന്നാണ്. അപ്പോൾ അതിൻ്റെ എല്ലാവിധ ആഘോഷങ്ങളും അതിൻ്റെ എല്ലാവിധ കേരളത്തിലെ എല്ലാ കലകളും ഒന്നിച്ചു ചേരുന്ന ഒരു ഘോഷയാത്രയാണ് അത്തച്ചമയ ഘോഷയാത്ര. ചേട്ടൻ എങ്ങനെ ആദ്യമായിട്ടാണ് അതിനു മുമ്പ് ഒക്കെ വരുന്നതാണ്? ഞാൻ 5-6 വർഷമായിട്ട് അത്തച്ചമയ ഘോഷയാത്രയിൽ വരുന്നതാണ്. എടുക്കുന്ന ആളാണ്. 30 വർഷമായിട്ട് തൃശ്ശൂർ പുലികളിയിലുണ്ട്. 30ാമത്തെ വർഷമാണ് തൃശ്ശൂർ. ഓരോ വർഷം വരുമ്പോഴേ എങ്ങനെ വ്യത്യസ്തമാക്കാം എന്നുള്ളതിനെ കുറിച്ചാണോ ചിന്തിക്കുന്നത്? അതോ അത് കളറുകളിൽ വ്യത്യാസമുണ്ട്. നമ്മൾ വരയ്ക്കുന്നതിൽ ഒക്കെ വ്യത്യാസമുണ്ട്. കഴിഞ്ഞ തവണ ഞങ്ങൾ ചെരുപ്പ്, അതായത് പുലിപ്പാതകം വെച്ചിട്ടായിരുന്നു ഞങ്ങൾ കഴിഞ്ഞ തവണ കഴിച്ച്. ഓരോ തവണ അങ്ങനെ വെറൈറ്റി ഞങ്ങൾ ഇറക്കാറുണ്ട്. കഴിഞ്ഞ 2 തവണ തൃശ്ശൂർ പുലികളിയിൽ 1ാം സമ്മാനം അടിച്ച ടീമാണ്. അതാണ് ഓരോ തവണയും ഈ ഇത്തരത്തിൽ അത്തച്ചമയ ഘോഷയാത്രയിലൊക്കെ പങ്കെടുക്കുമ്പോൾ അവർ ഓരോരുത്തരും പ്രതീക്ഷിക്കുന്ന, അല്ലെങ്കിൽ അവരെ എല്ലാവരും ഈ കലാകാരന്മാരൊക്കെയും അവർ ചെയ്യാൻ ശ്രമിക്കുന്നത് കഴിഞ്ഞ മുൻ വർഷങ്ങളിൽ നിന്ന് ഏത് തരത്തിൽ ഇതിനെ വ്യത്യസ്തമാക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ ചേട്ടനെ പറഞ്ഞതുപോലെ കഴിഞ്ഞ തവണ ഇപ്പം പുലിപ്പാതകം ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ കലാരൂപത്തെയും എങ്ങനെ വ്യത്യസ്തമാക്കാം എന്നുള്ളതാണ് ഇവിടെ എത്തുന്ന ഓരോ കലാകാരന്മാരും. മറ്റ് 2 പേരിലേക്കും കൂടി ഞാൻ പോവാണ്. നമ്മുടെ സൈഫുനിസ അലിയാറും ഒപ്പം സഹിൻ ആന്റണിയും അവിടെ 2 വശങ്ങളിലായി നിൽപ്പുണ്ട്. സൈഫു, ഗുഡ് മോർണിംഗ്. ഇപ്പം അത്തച്ചമയ ഘോഷയാത്രയൊക്കെ ആരംഭിക്കാൻ ഇനി കുറച്ച് സമയങ്ങളേ ഉള്ളൂ. അവിടെ ചമയം എങ്ങനെ പുരോഗമിക്കുന്നു എന്ന് റഹീം ഇപ്പൊ കാണിച്ചു തരുകയും ചെയ്തു. വെരി ഗുഡ് മോർണിംഗ് സേതു. ഞാൻ നിൽക്കുന്നത് അത്തം നഗരിയിലാണ്, ഗ്രൗണ്ടിലാണുള്ളത്. നമുക്ക് കാണാം, എൻ്റെ പിന്നിൽ കാണുന്നതാണ് ഈ കൊടിമരം. ഈ കൊടിമരമാണ് ഇന്ന് രാവിലെ 9 മണിയാകുമ്പോൾ മുഖ്യമന്ത്രി വി ഡി സതീശ് ഉദ്ഘാടനം ചെയ്ത ശേഷം ഈ കൊടിമരമായിരിക്കും ഉയർത്തുക. ഇതിൽ കൊടിമരത്തിൽ പതാക ഉയർത്തും. ഇന്നലെയാണ് ഹിൽ പാലസിൽ നിന്ന് ഈ പതാക കൊച്ചി ഈ തൃപ്പൂണിത്തുറ നഗരസഭ ചെയർമാൻ ഏറ്റുവാങ്ങിയത്. അത് വലിയൊരു ചടങ്ങ് തന്നെയാണ്. ഇന്നലെ വൈകിട്ട് 4 മണിക്ക് ആ ചടങ്ങായിരുന്നു ഉണ്ടായിരുന്നത്. അതൊരു ഓർമ്മ കൂടിയാണ്. കാരണം കൊച്ചി രാജാവ് ഈ കൊട്ടാരത്തിൽ നിന്ന് പ്രജകളെ കാണാനായി എല്ലാവിധ ആഭരണങ്ങളും ഒപ്പം തന്നെ ആനകളും ഒക്കെയായി എഴുന്നള്ളിച്ച് പുറത്തേക്ക് വന്നതിൻ്റെയൊക്കെ ഒരു ഓർമ്മയാണ് ഈ അത്തം ഘോഷയാത്ര എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മ പുതുക്കലും കൂടിയാണ് ഈ പതാക അവിടെ നിന്ന് ഏറ്റുവാങ്ങുന്നത്. അതിൻ്റെ ഒരു ഓർമ്മ പുതുക്കലും കൂടിയായിട്ടാണ് ഈ പതാക ഏറ്റുവാങ്ങുന്നത്. ആ പതാക ഉയർത്തുന്നതോടെയാകും അത്തം ഘോഷയാത്രയ്ക്ക് തുടക്കമാവുക. ഇവിടെ നിന്ന് ഓരോ കലാപ്രകടനങ്ങളും അവിടെ നിന്ന് ഇറങ്ങും. ഓരോരുത്തരായിട്ട് ഇപ്പോൾ റെഡിയായി വരുന്നുണ്ട്. ഇവിടെ നിൽക്കുന്നത് ഒരു വാമനനാണ്. മഹാബലി വരുന്നതിൻ്റെ ഒരു ആഘോഷമാണല്ലോ ഓണം എന്ന് പറയുന്നത്. അപ്പോൾ മഹാബലിയെ ചവിട്ടി താഴ്ത്തിയ ആളാണ് ആദ്യം വന്നിരിക്കുന്നത്. മഹാബലിക്ക് മുന്നേ വന്ന് സ്ഥാനം പിടിച്ചിരിക്കുകയാണോ? നീ വരുമോന്നറിയല്ലോ, കയറി വരുമോന്നറിയട്ടെ. അപ്പം നല്ല രീതിയിലാണെങ്കിൽ നല്ല ഭരണമൊക്കെ കാഴ്ചവെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഉപദേശിച്ച് വിടും. അതാണെങ്കിൽ ഒന്നുകൂടി ചവിട്ടി കാത്തും. ആഹാ, അപ്പൊ ചവിട്ടി താഴ്ത്തുന്ന കയറിയിട്ട് നിൽക്കുന്നതാണ്. പേരെന്താണ് ഈ വാമനന്റെ? സുരേഷ്. എവിടെയാ വീട്? എവിടെയാ? എൻ്റെ വീട് പാമ്പൊടി താമസിക്കുന്നത്, എരിവൂരാണ് വീട്. തവണയും വാമനനാകുന്നതാണോ? ഇനി വാമനാവണം, വേറെ വേറെ വേഷങ്ങളൊക്കെ ആവണം. മുട്ടയടിക്കുന്ന ഇതിനു വേണ്ടി മുട്ടയടിക്കുന്നതാണോ? അതെ, കഥാപാത്രങ്ങൾക്ക് വേണ്ടി മുട്ടയടിക്കും. അപ്പോൾ ആദ്യം ഇറങ്ങുന്നത് വാമനനായിരിക്കും അല്ലേ? അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. മുനിസിപ്പാലിറ്റി അല്ലേ, ഇപ്പോൾ മുനിസിപ്പാലിറ്റി അല്ലേ. എത്ര വർഷമായി ഇങ്ങനെ ഈ കലാപ്രകടനമൊക്കെ ആയിട്ട്? 30 വർഷമായി, 35 വർഷമായി. ഇത്തവണ വാമനാകാമെന്ന് തീരുമാനിച്ചെന്തുകൊണ്ടാ? ഒന്ന് വാമനാകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരും കെട്ടാത്തൊരു വേഷമാണ്. മഹാബലി എന്ന് പറഞ്ഞാൽ ഈ എത്തച്ചാനത്ത് മുഴുവനും മഹാബലി ഉണ്ട്. വാമന വേഷമോ മറ്റുള്ള വേഷങ്ങളൊന്നും കാണാറില്ല. വാമന വേഷം കെട്ടാൻ കരുതി. ചിലർ പറഞ്ഞ് വാമനൻ ചെറുതല്ലേ, പക്ഷേ വാമനൻ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ മഹാബലി ചവിട്ടി താത്താൻ നേരത്ത് വലുതാവുന്നുണ്ട്. വലുതായിട്ടാണ് ചവിട്ടി താത്തണത്. അതുകൊണ്ടാണ് വാമനാവാന്ന് വിചാരിച്ചത്. അല്ലാണ്ട് വാമനം പൊക്കം കുറഞ്ഞ ആളല്ല. ഈ മഹാബലിയും കുടവയറനുമല്ല.
മഹാബലി കുടവയറനല്ല സാർ സത്യത്തില്. വരം കൊടുക്കാന്ന് പറഞ്ഞപ്പോ തന്നെ വലുതായല്ലോ അല്ലേ വാമനൻ? ഇന്ത്യ സീരിയൽ കണ്ടോക്ക്. അല്ലാതെ ആ വിഷ്ണു പുരാണത്തിലെ മഹാബലിക്ക് കുടവയറൊന്നുമില്ല. ഇവിടെയാണ് കുടവയർ മുഴുവനും. ഓരോ കഥാപാത്രത്തിന് നമ്മൾ ഓരോ രൂപമാക്കുകയാണല്ലോ. അപ്പോ കുറെ കലാകാർക്ക് ജീവിക്കാൻ പറ്റും. നമ്മളിത് കണ്ടിട്ടൊന്നുമില്ല. വാമനെയും കണ്ടിട്ടില്ല, മഹാബലിനെയും കണ്ടിട്ടില്ല. അതെ, എന്തായാലും നമ്മളുടെ ആ ഒരു പുരാണങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്ന എഴുത്തുകുത്തുകളിലൊക്കെ ഉള്ളതുപോലെയാണ് നമ്മൾ ഓരോന്നും വിചാരിക്കുന്നത്, ചിന്തിക്കുന്നത്. ആ ചിന്തകളിൽ നിന്നാണ് ഓരോ കലാകാരന്മാരും ആ രീതിയിൽ. ശരിക്കും സേഫുവിന്റെ മനസ്സിൽ ഇപ്പൊ നമുക്കറിയാലോ, മഹാബലി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും കൊടവയറൊക്കെ വെച്ച് കിരീടമൊക്കെ ആയി ഓലക്കൂടെയൊക്കെ ചൂടി വരുന്ന ഒരാളാണ് നമ്മുടെയൊക്കെ മനസ്സിൽ സങ്കല്പത്തില് മഹാബലി. ഇപ്പം അതെല്ലാം നമ്മൾ ഈ വായിച്ചും കണ്ടും ഒക്കെ ഉള്ള അറിവാണ്. അത് നേരിട്ടല്ല, സിനിമകളിലും ഒക്കെ കണ്ടിട്ടുള്ള ഒരു അറിവാണ്. സേഫുവിന്റെ മനസ്സിലെ മഹാബലി ശരിക്കും അങ്ങനെയാണോ? എൻ്റെ മനസ്സിലെ മഹാബലിയും വലിയ വയറൊക്കെയുള്ള വലിയ എന്താ പറയുക, ഒരു വലിയ മനുഷ്യൻ, വലിയ മീശയും ഒക്കെയുള്ള ഒരു വലിയ മനുഷ്യനാണ് നമ്മൾ സാധാരണ കാണുന്ന മഹാബലിയാണ്. കാരണം നമ്മുടെ ചെറുപ്പം മുതൽ നമ്മൾ കണ്ടിരിക്കുന്നതും നമ്മുടെ പാഠപുസ്തകങ്ങളിൽ കണ്ട ചിത്രമൊക്കെ അതുപോലെ ആയതുകൊണ്ട് നമുക്കും ആ ഒരു മഹാബലിയാണ് നമ്മുടെ മനസ്സിലുള്ളത്. സേതു, എനിക്ക് തോന്നുന്നു ഈ അത്തം നഗരി ഒന്ന് കാണിക്കണം എന്ന് തോന്നുന്നു. ഇതിവിടെ വരാൻ കഴിയാത്ത ആളുകൾക്ക് എന്താണ് ഇവിടെ ഈ ഘോഷയാത്ര മാത്രമേ ഉള്ളൂ എന്നൊരു ചിന്തയുണ്ടാവും. പക്ഷെ ഇവിടെ ഘോഷയാത്ര മാത്രമല്ല, ഇവിടെ ഇനി 10 ദിവസം ആഘോഷങ്ങളുടെ ദിവസങ്ങളാണ്. അത് രാവും പകലും ഒരുപോലെ ആഘോഷങ്ങളുടെ ദിവസങ്ങളാണ്. ഇതിപ്പോൾ കണ്ടില്ലേ, കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഉള്ള എന്തും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏത് പ്രായക്കാർക്കും ആസ്വദിക്കാൻ കഴിയുന്ന സംവിധാനങ്ങളൊക്കെയാണ് ഒരുക്കിയിരിക്കുന്നത്. എല്ലാ തവണയും ഉള്ളതാണ്, ഇത്തവണയും അതുപോലെയൊക്കെ തന്നെ ഏറ്റവും മനോഹരമാകുന്ന രീതിയിൽ തന്നെ നഗരസഭ അത് ഒരുക്കിയിട്ടുണ്ട്. ആകാശ ഊഞ്ഞാലാണെങ്കിലും കുട്ടികളുടെ കളി ഊഞ്ഞാലാണെങ്കിലും അങ്ങനെ ഓരോന്ന്, പിന്നെ ഫുഡ് കോർട്ടുകളുണ്ട്. അങ്ങനെ ഓരോരോ സംവിധാനങ്ങളൊക്കെയായി ഏറ്റവും മനോഹരമാകുന്ന രീതിയിൽ തന്നെ അത് ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ ഏറ്റവും മനോഹരമാകുന്ന രീതിയിൽ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ ആ വാമനൻ റെഡിയായി ഒരുങ്ങി ഇറങ്ങി. അതുപോലെ ഇനി ഓരോ കലാപ്രകടനങ്ങളും ഒരുങ്ങി ഇറങ്ങും. ഏകദേശം 9 മണിയോടുകൂടി ഈ ഗ്രൗണ്ട് നിറയെ ഈ കലാകാരന്മാർ നിറഞ്ഞു നിൽക്കും. ആ കലാകാരന്മാരായിരിക്കും ഗ്രൗണ്ട് മുഴുവൻ കൈയടക്കുക. അതിനുശേഷമാകും അവർ ക്യൂ ആയിട്ട് ഓരോ കലാപ്രകടനങ്ങൾ ഈ വഴിയിലൂടെ റോഡിലേക്ക് ഇറങ്ങുക. അതിനുശേഷം ഓരോ കേന്ദ്രങ്ങളിലായി അവിടെ ആളുകൾ കാത്തുനിൽപ്പുണ്ടാവും. കാരണം ബാരിക്കേഡ് വെച്ച് തിരിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ആളുകൾ കാത്തുനിൽപ്പുണ്ടാവും. അവിടെ നിന്ന് കറങ്ങി തിരിഞ്ഞ് അങ്ങനെ വരും. നമ്മുടെ ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് വഴി, സ്റ്റാച്യു ജംഗ്ഷൻ വഴി, അങ്ങനെ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിന്റെ അതിലൂടെ കറങ്ങി വീണ്ടും സ്കൂളിൽ തന്നെ അവസാനിക്കും. ആ രീതിയിലാണ് ഇത് തീരുമാനിച്ചിരിക്കുന്ന. ആ രീതിയിൽ തൃപ്പൂണിത്തുറ നഗരിയിൽ മൊത്തം ഗതാഗത നിയന്ത്രണമുണ്ട്. അതിനൊപ്പം തന്നെ ഇത്രയധികം ആളുകൾ വരുന്നുണ്ട്. ഏകദേശം 5 ലക്ഷത്തോളം ആളുകളെ പ്രതീക്ഷിക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ ആയിരുന്നു. കാരണം BJP ഇത്തവണ തൃപ്പൂണിത്തുറ നഗരസഭാ ഭരണം പിടിച്ച ശേഷമുള്ള അവരുടെ ഏറ്റവും വലിയൊരു പരിപാടി കൂടിയുണ്ട്. അതുകൊണ്ട് അത് ഏറ്റവും മനോഹരമാക്കാവുന്ന രീതിയിൽ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് എത്രത്തോളം അത് നമുക്ക് പ്രവർത്തിയിൽ കാണാൻ കഴിയുമെന്നുള്ളത് അടുത്ത മണിക്കൂറുകളിൽ അറിയാം. എന്തായാലും അതിനനുസരിച്ച് ആളുകൾ വരുമെന്നാണ്. എന്തായാലും അത്രയും ആളുകളെ എല്ലാ തവണയും ഇവിടെ കാണാറുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ആളുകൾ എത്ര അവരുടെ ഒരു പ്രതികരണങ്ങൾ കൂടി അടുത്ത മണിക്കൂറുകളിൽ നമുക്ക് ലഭ്യമാകുമെന്ന് തോന്നുന്നു. ശരി സേഫു, ശരി. നമ്മുടെ സഹിൻ ആന്റണി കൂടി തത്സമയം ഉണ്ട് അത്തം നഗരിയിൽ നിന്ന്. സഹിൻ ആന്റണി, ഗുഡ് മോർണിംഗ്. എനിക്ക് തോന്നുന്നു ഇത് എത്രാമത്തെ അത്തച്ചമയ ആഘോഷം റിപ്പോർട്ട് ചെയ്യാനാണ് സഹിൻ ആന്റണി അവിടെ നിൽക്കുന്നത്? അത് കുറെ അധികമായി. കഴിഞ്ഞ തവണ സേതു ആയിരുന്നു എന്റെ കൂടെ ഉണ്ടായിരുന്നത്. ഞാനൊന്നും വന്നിട്ടില്ല കേട്ടോ. ഉടനെ അങ്ങ് സേതുവിൽ പറയാം, ഞാൻ വന്നിട്ടൊന്നുമില്ല. ഇത്തവണ സേതു ബുദ്ധിപരമായി മുങ്ങി. എന്തുണ്ട് അവിടുത്തെ വിശേഷം, അത്തച്ചമയ വിശേഷങ്ങൾ? സേതു നേരത്തെ സൈഫുനിസയും ഒപ്പം തന്നെ റഹീമൊക്കെ സൂചിപ്പിച്ചതുപോലെ വലിയ ആഘോഷം തന്നെയായിരിക്കും ഇത്തവണ ഉണ്ടാകുക. പ്രത്യേകിച്ചും BJPയെ സംബന്ധിച്ചിടത്തോളം BJP ഇതിൽ കുറച്ച് രാഷ്ട്രീയം കൂടി പറയേണ്ടതുണ്ട്. BJP നഗരസഭ ഭരണം ലഭിച്ച ആദ്യ അത്തച്ചമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ പരമാവധി മുൻ വർഷങ്ങളിലേക്കാൾ മനോഹരമായി നടത്താനായിരിക്കും അവർ ശ്രമിക്കുക. പ്രത്യേകിച്ചും ഇന്നലെയെല്ലാം പറഞ്ഞിരുന്നു, ഇവിടുത്തെ വൈസ് ചെയർപേഴ്സണായിട്ടുള്ള രാധിക വർമ്മ പറഞ്ഞിരുന്നത് പരമാവധി ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട്, പരമാവധി കലാരൂപങ്ങൾ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു ആഘോഷം തന്നെയായിരിക്കും. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് അറിയാം, അവരൊക്കെ അത്തച്ചമയം എന്ന് പറയുന്നത് സാധാരണക്കാരൻ്റെ ഒരു ആഘോഷമാണ്. പരമാവധി ആളുകളെ ഈ ദേശത്ത് നിന്ന് വിവാഹം കഴിച്ച് മറ്റു ദേശങ്ങളിലേക്ക് പോയ സ്ത്രീകളും ഒപ്പം തന്നെ മറ്റു ദേശങ്ങളിൽ കഴിയുന്ന പുരുഷന്മാരെല്ലാവരും ഇങ്ങോട്ടേക്ക് എത്തുന്ന ഒരു വലിയ ആഘോഷം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ അത്തച്ചമയം എത്ര മനോഹരമാക്കാൻ കഴിയുമോ അത്രയും മനോഹരമാക്കാനുള്ള ഒരു നീക്കം തന്നെയാണ് ഈ നഗരസഭയുടെ ഭാഗത്തു നിന്നുണ്ടാകും. ഒപ്പം തന്നെ ഈ കാണുന്നത് പോലെ മുഖ്യമന്ത്രി ഇന്ന് പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ ഡോഗ് സ്ക്വാഡ് അടക്കമുള്ള സംഘങ്ങൾ ഇവിടെ രാവിലെ തന്നെ പരിശോധന നടത്തിയിട്ടുണ്ട്.
അവരുടെ ജോലി കൃത്യമായി തന്നെ നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി 500-ലധികം പോലീസുകാരെ ഇതിൻ്റെ സുരക്ഷാ ചുമതലയ്ക്ക് വേണ്ടി തരപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ വലിയ രീതിയിലുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു. രാവിലെ മുതൽ തന്നെ ആളുകൾ ഇങ്ങോട്ടേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ സൈഫുനിസ പറഞ്ഞിരുന്നു, ഇത് ഈ കാണുന്ന സ്ഥലത്ത് നിന്നാണ് ഉദ്ഘാടനം നടക്കുക. ഇത് പ്രധാന വേദിയാണ്, ഇവിടെയാണ് ഉദ്ഘാടനം നടക്കുന്നത്. അതിന് മുന്നോടിയായിട്ട് ആ കാണുന്നതാണ് കൊടിമരം. സാധാരണ നമ്മൾക്ക് അറിയാവുന്നതുപോലെ തന്നെ രാജകുടുംബത്തിൽ നിന്ന് ഒരു പതാക കൈമാറും. ആ പതാകയാണ് ഇന്ന് വലിയ വാദ്യഘോഷങ്ങളോടുകൂടി ഇവിടെ എത്തിക്കുന്നത്. ഈ പതാക ഈ കൊടിമരത്തിൽ ഇവിടെ നിന്ന് ഈ കൊടിമരത്തിൽ പതാക ഉയർത്തും. പതാക ഉയർത്തുന്നതോടുകൂടി അത്തം ഘോഷയാത്രയ്ക്ക് തുടക്കമാകുകയും ചെയ്യും. എന്തായാലും കഴിഞ്ഞ തവണയൊക്കെ സിനിമാ താരങ്ങൾ ജയറാം അടക്കമുള്ള ആളുകൾ എത്തിയിരുന്നു. പക്ഷേ ഇത്തവണ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മനോജ് കെ ജയൻ വരുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ അദ്ദേഹമല്ല, പകരം ജഗദീഷാണ് ഒരു മുഖ്യാതിഥിയായി ഉണ്ടാകുക എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അത് ഇപ്പോഴും ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ടതാണ്. ജഗദീഷ് വരുമെന്നുള്ള ഒരു അറിയിപ്പ് മാത്രമാണ് ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ നേരത്തെ റഹീമൊക്കെ പറഞ്ഞതുപോലെ നിരവധി കലാരൂപങ്ങൾ ഇന്ന് ഇവിടെ നിന്നും ഈ നഗരം മുഴുവൻ ചുറ്റി വരുമ്പോഴേക്കും ഈ ഓണ ആഘോഷങ്ങൾക്കൊക്കെ തുടക്കമാകും. ഓണം സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള 10 ദിവസം അത് ആഘോഷങ്ങളുടെ ദിവസമാണ്, അത് സന്തോഷങ്ങളുടെ ദിവസമാണ്. ആ സന്തോഷമെല്ലാം പങ്കിടുന്നത് ഇന്ന് ഈ അത്തം ഘോഷയാത്രയോടുകൂടിയാണ് മലയാളിയുടെ ഓണാഘോഷങ്ങൾക്കെല്ലാം തുടക്കമാകുകയും ചെയ്യുന്നത്. എന്തായാലും തൃപ്പൂണിത്തറ എന്ന് പറയുന്നത്, ഈ തൃപ്പൂണിത്തറ ഈ രാജവീതി എന്ന് പറയുന്നത് അതിന്ന് വർണ്ണങ്ങളാലും കലാകാരന്മാരുമായാലും എല്ലാം നിറയും. ഒപ്പം തന്നെ നമ്മളുടെയൊക്കെ സംഘം ഇവിടെ സെറ്റാണ്. നമ്മളുടെ കാലത്തെ തന്നെ ഇത് ഞങ്ങളുടെ സാരഥിയാണ്. നമ്മളെ ഏറ്റവും അധികം തവണ എങ്ങടേക്ക് ഇത് എത്രാം തവണയാണ് അത്ത ഘോഷയാത്രക്ക് വരുന്നത്? 2ാം തവണ. എങ്ങനെയുണ്ട്? നല്ലത്, അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. ആളുടെ പേര് കുഞ്ഞാപ്പൂ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. ശരിക്കും പേര് യാസിൻ എന്നാണ്. ഒപ്പം തന്നെ ഇതൊക്കെ നമ്മുടെ 24-ലെ സംഘമൊക്കെ ഇവിടെ ഉണ്ട്. വിപിൻ ഇവിടുത്തെ ബ്യൂറോ ചീഫാണ്. വിപിൻ എങ്ങനെയുണ്ട്? രാവിലെ തന്നെ സജ്ജമാണ്. ഗംഭീരം. പരമാവധി ആളുകൾ ഇറക്കിയിട്ടുണ്ട്. അത് തന്നെയാണ്. എന്തായാലും 24 അടക്കമുള്ള മറ്റ് വിവിധ എല്ലാ ചാനലുകളും, കേരളത്തിലെ മുഴുവൻ ചാനലുകളും ഇവിടെ സജ്ജമായിട്ടുണ്ട്. അവരെല്ലാവരും രാവിലെ തന്നെ പരമാവധി റിപ്പോർട്ടർമാരെ ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട്. നമ്മളും അങ്ങനെ തന്നെയാണ്. നമ്മൾ വലിയൊരു സംഘം റിപ്പോർട്ടർമാരെ ഇങ്ങോട്ടേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. അടക്കമുള്ള സംഘങ്ങൾ അവിടെ ഉണ്ട്. അല്പസമയത്തിനകം തന്നെ അത്തം ചമ്മിയ ഘോഷയാത്രയൊക്കെ ആരംഭിക്കും. അല്പസമയം എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പൊ ഇവർ പറഞ്ഞനുസരിച്ച് 9 മണിയോട് കൂടിയാണ്. നമുക്കിപ്പം 7:19 ആയിട്ടുള്ളൂ. പക്ഷേ അവിടെ പരിപാടികളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു.